ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് മല്ലിപ്പൊടി പൊടിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ നല്ല ചൂടായതിന് ശേഷം ഞാൻ ഇപ്പോൾ 250 ഗ്രാം മല്ലിയാണ് കഴുകി ഒന്ന് ഡ്രൈ ആക്കിയതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി മല്ലി ഇട്ടത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിൽ ഇട്ട് വെക്കണം. നമ്മൾ വറുത്ത് കഴിയുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചെയ്യരുത്, കാരണം പെട്ടെന്ന് മല്ലിയൊക്കെ പെട്ടെന്ന് ചൂടാവുന്നതാണ്. ഇനി നമുക്ക് ഈ മല്ലി ഒന്ന് ഇളം ചൂടായി വന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ മല്ലി ഇവിടെ ഇളം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണ്ടത് 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 5 ഉണക്കമുളകില്ലേ, അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് മഞ്ഞളാണ്, അത് ഒരു വലിയ പീസിൻ്റെ ഹാഫ് ആട്ടെടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം അത് എത്ര ഇട്ട് കൊടുക്കുക, അത്രയും നല്ലതാണ് നമ്മളെ ഹെൽത്തിന്. അത് നമ്മൾ പൊടിച്ച് കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് നല്ല, നമ്മൾ കറിയിലൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് കളയുള്ളൂ, നമ്മൾ കഴിക്കില്ല. കൊളസ്ട്രോൾ കളയാനും അതുപോലെ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്തിനാണെങ്കിലൊക്കെ നമ്മളെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ കറിവേപ്പില. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്പോൾ അത് കഴിക്കുകയും ചെയ്യും. കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ അതെത്തും. നമ്മൾ വലിയവർക്കാണെങ്കിൽ നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നത് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഈ ഇതിലിട്ട കറിവേപ്പിലൊക്കെ നല്ല ഡ്രൈ ആയി നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പൊട്ടുന്ന രീതിയിലാവണം, അത് പൊടി പൊടിയാവുന്ന രീതിയിലാവണം. അതാണ് നമ്മളെ മല്ലി കറക്റ്റായിട്ട് വറുത്തെടുത്തതിനായിട്ട് സ്റ്റേജ് ഇട്ടാം. മല്ലിയും പെരിഞ്ജീരകവും അതുപോലെ തന്നെ പൊടികളൊക്കെ ഞാൻ ഗരം മസാലപ്പൊടിയും എല്ലാം ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നത് കേട്ടോ. അപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് മുറ്റത്തൊക്കെ ഇട്ട് ഉണക്കി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് വറുത്ത് വയ്ക്കാം. പക്ഷേ നമുക്ക് ഇവിടെ മുറ്റമില്ല, അതുപോലത്തെ ബാൽക്കണി ആണെങ്കിൽ ഒറ്റയ്ക്ക് അധികം വെയിലും കിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രാവിളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിതാ വറുത്തെടുത്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ കറിവേപ്പില കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലി വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. കാരണം അതിൽ ആ പാനിൽ ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ കിടക്കണോണ്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണ്ട നമുക്കത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ മല്ലിപ്പൊടി ഞാൻ പല രീതിയിലും പൊടിച്ച് വെക്കലുണ്ട്. പല ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടാണ് ഇതിലിട്ട് കൊടുത്തിട്ടാണ് പൊടിച്ച് വെക്കാറ്. അപ്പോൾ നല്ല നമ്മളെ കറിയിലൊക്കെ നല്ല ടേസ്റ്റും ഒരു മണം, ഈ വറുത്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് മല്ലിക്ക് കിട്ടുക. അപ്പോൾ പെരിഞ്ജീരകം, കുരുമുളക്, അതുപോലെ ഉണക്കമുളക് ചതയ്ക്കുന്നത്, അതുപോലെ മസാലപ്പൊടികളുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ ജാറാണ് നിങ്ങളെ കയ്യിലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ മീഡിയം സൈസിലുള്ള ജാറിലിട്ടാണ് ഞാനപ്പോൾ പൊടിച്ചെടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വെള്ള നനവ് തീരെ ഒന്നിനും പാടില്ല. നമ്മൾ കറിവേപ്പിലൊക്കെ ഇടുമ്പോഴും വെള്ള നനവ് പാടില്ല. ഒരു വെള്ള നനവ് ഇതിൽ ആഡ് ചെയ്യാനേ പാടില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്ലേറ്റ്, അതുപോലെ ഇപ്പോൾ അടിച്ചെടുക്കുന്ന ജാറ് എല്ലാം നനവുണ്ടെങ്കിൽ തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ കേട്ടോ. ഈ നനവ് തട്ടിയാൽ തന്നെ നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് നാശമാവും. നമുക്ക് 1-2 മാസമൊക്കെ ഇരിക്കണമെങ്കിൽ കേടുവരെ ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നനവില്ലാതെ എല്ലാം ഡ്രൈ ആക്കി എടുക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മളിതാ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിലൊരു ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് നല്ല നാടൻ മല്ലിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ പൊടികളും നമുക്ക് വീട്ടിൽ കുറേശ്ശെ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നല്ല രുചിയോട് കൂടി നമുക്ക് കറി ഉണ്ടാക്കാം. പുറത്തുനിന്ന് വാങ്ങാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ പൊടിച്ച് വെക്കുന്നത്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബോട്ടിലിട്ട് വെച്ചാൽ അതിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.